വെടിയേറ്റു മരിച്ച ചാർലി കെർക്ക് ഒരു വിശുദ്ധനായിരുന്നോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങളും എല്ലാം കാണുമ്പോൾ ഒന്നാം തരം ഒരു ക്രൈസ്തവ വിശ്വാസി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസി ആയിരിക്കുന്നതാണോ വലതുപക്ഷം ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു മാനദണ്ഡം? അതാണിപ്പോൾ മനസ്സിലാവാതിരിക്കുന്നത്. അതേപ്പറ്റിയാണ് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധരെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, 14 വയസ്സുള്ള കാർലോ അക്യൂട്ടീസിനെ ഈയിടയ്ക്ക് വിശുദ്ധനാക്കി. അപ്പോൾ ആ ചെറിയ പയ്യൻ, പുതിയ വിശുദ്ധൻ, പിന്നെ ചെയ്തത് എന്താണ്? ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിച്ച് വിശ്വാസം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. വിശ്വാസം മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ മരണാനന്തരം 2 അത്ഭുതങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ അതങ്ങനെ 2 അത്ഭുതങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പിന്നെ ഇതിനെപ്പറ്റി എനിക്കത്ര വലിയ അനുഭവമൊന്നുമില്ല. വിശുദ്ധരെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അതായത് വിശുദ്ധ പദവി ഒരു സിംബോളിക്കായിട്ടാണ് കത്തോലിക്ക സഭ പറയുന്നത്. അതായത് ആ വിശുദ്ധരായവർ പിന്നെ സ്വർഗത്തിലെത്തി, ദൈവത്തോടൊപ്പം എത്തി എന്നുള്ള ഒരു വിശ്വാസം, അത്രയേ ഉള്ളൂ. അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പിന്നെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതല്ലാതെ വേറെ അതിന് വലിയ സംഗതിയുണ്ട് എന്ന് കരുതാനാവില്ല. ഇപ്പം മദർ തെരേസ വിശുദ്ധയാണ്. അവരെ നമുക്കറിയാം, വിളഞ്ഞ കള്ളി, മതം മാറ്റാൻ വന്ന വിളഞ്ഞ കള്ളി എന്നാണ് കേരളത്തിലെ ഒരു നേതാവ് വിശേഷിപ്പിച്ചത്. അപ്പം അങ്ങനെ ഓരോരുത്തരെ പറ്റിയും പല രീതിയിലാണ് കാണുന്നത്. അപ്പം ഒരാൾക്ക് വിശുദ്ധനായിട്ട് തോന്നും. ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധനായിട്ട് പിന്നെ സഭയിലുള്ളവർ വിശ്വസിക്കുന്നു. നേരെ മറിച്ച് അദ്ദേഹം മതം മാറ്റുകയും അതുപോലെ തന്നെ ഇൻക്വിസിഷൻ പിന്നെ ഈ ഗോവയിൽ കൊണ്ടുവരികയും ചെയ്തു. ഒരുപാട് പേരെ ദ്രോഹിച്ചുവെന്ന് പറയുന്ന വേറൊരു വിഭാഗവുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരാളെപ്പറ്റി തന്നെ പല രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഏതാണ് അവരുടെ പിന്നെ അടിസ്ഥാനപരമായ പിന്നെ മേന്മയെന്ന് നമുക്ക് പിന്നെ വേർതിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ചാർലി കെർക്കിനെ പറ്റി പറയുമ്പം അദ്ദേഹത്തെ പറ്റി ഈ പറയത്തക്ക മോശങ്ങൾ ഒന്നുമില്ല എനിക്ക് തോന്നിയിരിക്കുന്നത്. അയാൾ പറയുന്നത് പിന്നെ ഗർഭഛിദ്രം, പിന്നെ അതായത് ഈ ഗർഭഛിദ്രം അത്ര ഇപ്പോഴത്തെ പോലെ ഒരു കൾച്ചറായി മാറാൻ പാടില്ല. അതായത് ഗർഭഛിദ്രം പാടില്ല എന്നല്ല, ഗർഭഛിദ്രം അതായത് ഒരു കുട്ടിയെ കൊല്ലുകയാണത് ചെയ്യുന്നത്. ഇപ്പം നടക്കുന്ന അതൊരു ശാരീരിക പ്രക്രിയ, ഒരു നിസ്സാരമായ ഒരു കാര്യം പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ശരിയല്ല. രണ്ടാമത് പിന്നെ LGBTQ എന്ന് പറഞ്ഞ് ആണ് പെണ്ണാകുകയും ആണും പെണ്ണും അല്ലാതാകുകയും ഒക്കെ ചെയ്യുന്ന ആ പരിപാടി, അതിന് മെഡിക്കൽ പ്രൊസീജിയർ ഉപയോഗിക്കുകയും പിന്നെ അതിനെ ഈ പരിപാടിയെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന പരിപാടി, അത് ശരിയല്ല. അതുപോലെ തന്നെ പിന്നെ വിവാദമായ കാര്യം, അനിയന്ത്രിതമായ തോക്ക് കൈവശം വയ്ക്കാനുള്ള അവകാശം വേണം. ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പം അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തോക്ക് ജനം കൈവശം വെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇഷ്ടംപോലെ തോക്കുണ്ടാക്കുന്നു. അപ്പോൾ ആ തോക്ക് ഉപയോഗിക്കപ്പെടും എന്നുള്ളതും ഒരു വസ്തുതയായിട്ടുള്ള കാര്യമാണ്. ഇവയൊക്കെ ഒഴിച്ചാൽ ഇത് യുവജനങ്ങൾക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കുന്ന വളരെ നല്ലൊരു കാര്യമല്ലേ വാസ്തവം പറഞ്ഞാൽ. നമ്മുടെയൊക്കെ പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെയൊന്നും വീട്ടിൽ ഒരു ഗേയോ ലെസ്ബിയനോ ഉണ്ടാകാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പിള്ളേരാരും ഒരു ഗേ ആകണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ ഇന്ത്യക്കാരനെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് കരുതി നമ്മുടെ സമൂഹത്തിലുണ്ട് ചുരുക്കമായിട്ട് ഗേ മാര്യേജും ഒക്കെ നടക്കരുതെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അവർക്കതാണ് അവരുടെ ശാരീരികവും മാനസികവുമായ കാര്യത്തിന് അതാണ് യോജ്യമെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു വിരോധവുമില്ല. പക്ഷേ അതൊരു മഹത്വപൂർണ്ണമായ കാര്യമാണെന്നും ഇതാണ് ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലും ഇതൊരു കൾച്ചറായിട്ട് മാറുക, അതാണ് ഖേദകരമായൊരു കാര്യം. ഈ ആളുകൾ, ഈ ചെറിയ പിള്ളേർ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, 8-9 വയസ്സുള്ള പിള്ളേർ, അവരെ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുക, ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണും പെണ്ണും അല്ലാതാക്കുകയും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക, ശസ്ത്രക്രിയ ചെയ്യുക, അത് വീട്ടുകാരറിയാതെ, അങ്ങനെയൊക്കെയുള്ള ഹീനകൃത്യങ്ങൾ അതേ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാം യാഥാസ്ഥിതികരാണ്, വലതുപക്ഷക്കാരൻ, കൺസർവേറ്റീവ്സാണ്. സത്യം ഇന്ത്യക്കാരെല്ലാം കൺസർവേറ്റീവ്സാണ്. ഇപ്പം തീവ്ര ഇടതുപക്ഷം എന്ന് പറയുന്ന മാർക്സിസ്റ്റുകാരോട് ചോദിച്ചു നോക്ക്, അമേരിക്കയെ പറ്റി അവരെന്താ പറയുന്നത്? ലൈംഗിക അരാജകത്വം. സത്യമല്ലേ? ഇവിടെ നടക്കുന്ന ലൈംഗിക കൂത്താട്ടവും എന്തും പെർമിസീവായിരിക്കുന്ന കാര്യം, അതിനെ അവർ എതിർക്കുന്നു. അതുപോലെ തന്നെ ഈ അമിതമായ കാര്യങ്ങൾ, അമിതമായ ഈ LGBTQ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ അവർ എതിർക്കുന്നില്ലേ? അപ്പോൾ അവരും യാഥാസ്ഥിതികരാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ. ഈ തീവ്ര ഇടതുപക്ഷമാണ്, പക്ഷേ അവരും കൺസർവേറ്റീവ് തന്നെ. അപ്പോൾ അമേരിക്കയിലെ കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ മതപരമായ മതവിശ്വാസം, ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ നിങ്ങൾ വലതുപക്ഷക്കാരനായി, നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ശത്രുവായി, നിങ്ങളൊരു ഒരു മതതീവ്രവാദിയായി മാറി. എത്ര പെട്ടെന്നാണ് ആളുകളെ മാറ്റിയെടുക്കുന്നത്.
അപ്പോൾ ആ മതവിശ്വാസം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അബേർഷൻ തെറ്റാണ്, LGBTQ അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ല, ഇതൊക്കെ പറഞ്ഞാൽ അതൊരു കുറ്റമോ അതൊരു വലതുപക്ഷ പരിപാടിയോ ആയിട്ട് നമുക്കാർക്കും തോന്നുന്നില്ല. എന്തായാലും ഇങ്ങേരെ ഇതിനെയൊക്കെ ബാധിക്കുകയും ഇതൊക്കെ ഈ യുവജനങ്ങളിൽ എത്തിക്കുകയുമാണ് ചെയ്തിരുന്നത് കോളേജുകളിലൊക്കെ. അങ്ങനെ കുറച്ച് പിള്ളേർ പ്രാർത്ഥിക്കുകയും മര്യാദക്കാരാകുകയും ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത്. അവർ കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്നതിലും എത്രയോ നല്ലൊരു കാര്യമാണ്. അപ്പം മതവിശ്വാസത്തെപ്പറ്റി പറയുമ്പം നമുക്കറിയാം, ഇപ്പം ക്രൈസ്തവ വിശ്വാസമാണല്ലോ. ഇപ്പം ക്രൈസ്തവ വിശ്വാസവും നമ്മൾ കേരളത്തിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്രൈസ്തവ വിശ്വാസവും ഹിന്ദു വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോവും, ഹിന്ദുക്കൾ അമ്പലത്തിൽ പോവും. ഇതല്ലാതെ വേറെ എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ചിന്താഗതികളിലുള്ള വ്യത്യാസം. ഇപ്പോൾ RSS ഒക്കെ വന്ന് ഭയങ്കര വ്യത്യാസമുണ്ടെന്നും പരസ്പരം ആക്രമിക്കണമെന്നൊക്കെ ഉള്ളൊരു തത്വചിന്ത പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മളാരും അങ്ങനെയല്ല, നമ്മളാരും ആ രീതിയിൽ ചിന്തിക്കുന്നുമില്ല. അപ്പോൾ ഈ മതവിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദോഷമായ കാര്യമാണ്. ഇവിടെ അതുപോലൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഈ ഇങ്ങനെ കൊലപ്പെടുത്തുന്നതിൻ്റെ പിന്നിലെ ഒരു ചേതോവികാരമായിട്ട് തോന്നുന്നത്. ഈ കൊല്ലാൻ വന്ന പയ്യൻ അവൻ LGBTQ താല്പര്യമുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു, 22 വയസ്സ്. അതുകൊണ്ട് ഇയാൾ ഇതിനെതിരെ പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിൽ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയാൽ സ്ഥിതി എന്താവും? അപ്പോൾ ഈ രാജ്യത്ത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഭയങ്കരമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പരിധി. ഇങ്ങനെ ആളുകൾ നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ കൂടി അതൊരു പ്രശ്നമായിട്ട് മാറുന്ന ഒരവസ്ഥ. അപ്പോൾ അതിലേറ്റവും സങ്കടകരമായി ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്ത് സ്കൂളിൽ വെടിവയ്പ്പുണ്ടായ ഇവിടെ വെസ്റ്റ്ചെസ്റ്ററിൽ ആ വെടിവയ്പ്പ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്നങ്ങ് മറന്നു. അപ്പോൾ ആ വെടിവയ്പ്പ്, അങ്ങനെ ഒരു വെടിവയ്പ്പേ നടന്നിട്ടില്ല, അങ്ങനെ ആരും മരിച്ചിട്ടില്ല എന്നും പറഞ്ഞു നടന്ന ഒരു വ്യക്തി, അയാൾക്ക് $1 ബില്യൺ മറ്റോ ആണ് നഷ്ടപരിഹാരം മാനനഷ്ട കേസിൽ അയാൾ കൊടുക്കാൻ വിധിച്ചത്. അപ്പോൾ അയാളത് സുപ്രീം കോടതി വരെ അപ്പീൽ പോയിരിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ഈ വട്ട് കേസുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമില്ലേ? നിഷേധിക്കാൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, പച്ചയ്ക്ക് നമ്മുടെ കൺമുന്നിൽ നടന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിഗതികളും നമ്മളിവിടെ കാണാറുണ്ട്. മാനനഷ്ടം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അമിതമായിട്ട് പറയുമ്പോൾ അത് തിരിച്ചടിക്കുന്ന ഒരവസ്ഥയും നമ്മൾ കാണാറുണ്ട്. എന്തായാലും ഈ കർക്കിൻ്റെ കാര്യത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു അന്ത്യം എന്തായാലും ഉണ്ടായത് ഖേദകരമായിപ്പോയി. നമുക്കാർക്കും വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ്. ഇടതുപക്ഷമൊക്കെ അത് ആഘോഷിക്കുന്നുവെന്ന് ചിലർ പറയുന്നു. അപ്പോൾ ആഘോഷിക്കാൻ മാത്രം എന്തിരിക്കുന്നു? ആഘോഷിക്കപ്പെടാൻ മാത്രം എന്താണ് അയാൾ പറഞ്ഞത്? അതാണ് മനസ്സിലാവാത്തത്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെയൊക്കെ ചിന്താഗതിയുടെ ഒരു വ്യത്യാസമായിരിക്കാം. അമേരിക്കൻ സമൂഹത്തിൽ നമ്മൾ ഇഴുകിച്ചേർന്നിട്ടില്ലായിരിക്കാം. അതായിരിക്കാം ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു.